തമാശ രൂപത്തിലിട്ട ഒരു പോസ്റ്റിന് ഇന്നും അക്രമം നേരിടുന്ന ഒരാളാണ് ഞാൻ. ഈ നെഗറ്റീവ്സ് ഇടുന്ന ആൾക്കാരെ ഞാൻ അന്വേഷിച്ചു പോയിട്ടുണ്ട്. ഇതുവരെയായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, നേരിട്ട് ഇവർ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നെഗറ്റീവ്സ് എഴുതുന്നവരുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ കാണാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അവരുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ട്രോള് ചെയ്യുന്നതും വിമർശനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ വളരെ ഭീകരമായ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ജീവിതത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഡെസ്കിന്റെ അടിയിൽ നിന്ന് മാത്രമാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പട്ടാളത്തിലെടുത്തേനെ. ഭീരുക്കളായി നിൽക്കാതെ അവർക്ക് നേരിട്ട് വന്നിട്ട്, ഇപ്പോ എന്നെയോ സുരേഷ് ഏട്ടന് ആരെയും നേരിട്ട് കാണാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. നേരിട്ട് വന്നിട്ട് നിങ്ങൾ പറയുക. മുൻകോപവും എടുത്തുചാട്ടവും നന്നല്ല. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കൂ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പക്ഷെ സുരേഷ് ഏട്ടൻ എനിക്ക് സിനിമയിലോ എന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഒരു സൗകര്യമോ ഒരു സപ്പോർട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു രൂപ പോലും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹമായിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് മമ്മൂക്കയോടാണ്. എന്തുകൊണ്ട് ഞാൻ സുരേഷ് ഗോപിയുമായി അടുക്കുന്നു? കാരണം അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ ഞാൻ പ്രകീർത്തിക്കും. അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു സഹോദരനെ പോലെ സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുകയും ചെയ്യും. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിൽപ്പാണ്, അല്ലാതെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ മതത്തിന്റെയോ പിന്നിലുള്ള നിൽപ്പല്ല. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്.